ഹലോ, ഒരു മിനിറ്റ്, പിന്നെ വിളിക്കാം. എന്തൊക്കെ സാറ് ഏൽപ്പിച്ച സാധനം ഇപ്പോൾ ആ സോഫ സെറ്റിൻ്റെ പരിപാടി 2 ദിവസത്തെ ഗ്യാപ്പും കൂടി കിട്ടണം. എന്താ പറയുക, പണിക്കാരെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്, ക്ഷാമമാണ്. ഈ ബംഗാളികളാണുള്ളത്. അവരെ ഒന്നും പറഞ്ഞാലും മനസ്സിലാവില്ല. ആ ഒരു രീതിയിലുള്ളൊരു ഇതാണ്. ഒന്നും വിചാരിക്കണ്ടാവും. 2 അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് എന്തായാലും നമുക്ക് എത്തിക്കാം കേട്ടോ. ഞാൻ ഈ കടയിൽ വരാനുള്ള കാരണം ഈ കടയോടുള്ള വിശ്വാസമാണ്. എത്ര വർഷമായെന്നറിയോ, എൻ്റെ വീട്ടിലെ ഫർണിച്ചർ മുഴുവനും ഈ കടയിൽ തന്നെ. ഇപ്പോഴും ഒരു കുഴപ്പമില്ല. അതിരിക്കട്ടെ, സാറിന് കുടിക്കാൻ എന്താ എടുക്കണ്ടേ? അതൊന്നും വേണ്ടെന്നേ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നമ്മുടെ കടയിൽ വന്നിട്ട് ഒരു വെള്ളം കുടിക്കാതെ പോകണേ നമുക്കൊരു ക്ഷീണല്ലേ. റഫീഖ്, സാറിന് കുടിക്കാൻ കൊടുത്തു കൊടുക്ക്. ഒരു മിനിറ്റ്, എനിക്കൊരു കോള് വരുന്നുണ്ട്. അല്ല, അവിടെ നിന്ന് സംസാരിക്കുന്ന കുഴപ്പമുണ്ടോ? സാർ എവിടെ വേണമെങ്കിലും സംസാരിച്ചോളൂ. നമ്മുടെ കടയല്ലേ, ഒരു പ്രശ്നമല്ല. സാറിന് ഇഷ്ടം പോലെ താങ്കളുടെ സ്ഥലമുണ്ട്, പോയി സംസാരിക്കും. പേടിക്കണ്ടെന്നേ അലോഷ്യ. അങ്ങോട്ട് ഇങ്ങോട്ട് വേടാ. ഇനിയെങ്കിലും എന്നൊന്ന് ഉപദ്രവിക്കായിരുന്നൂടെ? പേടിക്കണ്ട. നീ കണ്ടിട്ടുണ്ടോ ഈ കൂട്ടിൽപ്പെട്ട എലിയെ? അതെങ്ങനെ കൊല്ലല്ലേ എന്ന് പറഞ്ഞ കഴിച്ചു. നീ എനിക്ക് ആ എലിയെ പോലെയാടാ. എന്തിനാടാ കുരുത്തം കെട്ടവനെ നീ എന്റെ ഭാര്യയെ കത്തിക്കൊണ്ടുവന്നത്? അനുഭവിച്ചേ മതിയോ? ആദ്യം നിന്നെ തീർക്കും, പിന്നെ അവളെ. നിന്റെ മരണം എന്റെ കൈ കൊണ്ടാവട്ടോ. സാറിവിടെ ഫോണ് വിളിച്ചു വന്നിട്ട് കണ്ടിട്ടില്ലല്ലോ. സാറേ ഇവിടെ? അയ്യോ സാറേ, എന്താ സാറേ പറ്റി? അയ്യോ സാറേ, എന്താ പറ്റി? എന്താ സാറേ പറ്റി? ഞാൻ ഇവിടെ നടന്നപ്പോ ഒന്ന് തല ഇറങ്ങി. ഇരിക്കുക സാറേ, വെള്ളം കുടിക്കണം. താങ്ക് യു സാറ്. കഴിയാൻ ഹോസ്പിറ്റലിൽ പോകണോ സാറേ? ഹോസ്പിറ്റലിൽ പോണോ സാറേ? കഴിയായ്മ അല്ലത് സാറേ? വേണ്ട വേണ്ട, ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്താ ശരിയാവും. എന്തായാലും സിനിമ കലക്കി, എനിക്കിഷ്ടമായി. നമുക്ക് കുറച്ചേരം ഇവിടെ ഇരുന്നിട്ട് പോകും. പക്ഷെ എനിക്കിഷ്ടപ്പെട്ടതേ അവൻ്റെ അടിയാ. നല്ല ഫൈറ്റ് അങ്ങനെ വേണം ഒരാളെ കീഴ്പ്പെടുത്തുക. ഇല്ലടാ ഗണേശ? ക്രൈം ഫിലിമൊന്നും ഇഷ്ടപ്പെടാത്ത നീയാണോ ഇത് പറയുന്നത്? ഈയിടയിലേ ഇഷ്ടം പോലെ പടം കാണാൻ പോകുന്നുണ്ട്. അതിലെന്തെങ്കിലും രഹസ്യമുണ്ടോ? പുതിയത് മാത്രമല്ല, പഴയ ക്രൈം ത്രില്ലറുകളും കാണാറുണ്ട്. ചോര കണ്ട അറപ്പ് തീരണം, എങ്കിലേ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാനാവൂ. നീ എന്താ ഇറച്ചിക്കട തുടങ്ങാൻ പോകും? പക്ഷെ ഒരു കാര്യം, എന്നെ വിളിക്കണ്ട. എനിക്ക് രക്തം കണ്ടാലേ തല ചുറ്റും. അങ്ങനൊക്കെ തന്നെ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച വരെ. അല്ല മുരുക, നീ എന്താ നിന്റെ ഭാര്യയെ വീട്ടിലേക്ക് പറഞ്ഞാച്ച്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്നോട് പറയടാ. ചില പ്രശ്നങ്ങളുണ്ടായിരിക്കാൻ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു. എന്തോ ഒരു പ്രശ്നമുണ്ട്. ഏയ്, അവളൊരു പാവമാടോ. കുറേ നാളായില്ലേ അവൾ വീട്ടിലൊക്കെ ഒന്ന് പോയി നിന്നിട്ട്. അതുകൊണ്ട് 2 ആഴ്ച നിന്നോളാൻ പറഞ്ഞ് ഞാൻ തന്നെ പറഞ്ഞു വിട്ടതാ. എന്നാലേ നാളെ കാണാം. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ 2255 എന്ന നമ്പറിലേക്ക് വിളിക്കുക. മോൻ രാജാവിൻ്റെ മോൻ കളിക്കാതെ എളുപ്പം വീട്ടിലെത്താൻ നോക്ക്. അച്ഛനും അമ്മയും അവിടെ നോക്കിയിരിക്കുന്നുണ്ടാവും. നിനക്ക് എന്നെ വിളിക്കാമായിരുന്നില്ലടാ. അതും ഒരു ക്രൈം ത്രില്ലർ സിനിമയ്ക്ക്. നീയും ഗണേശനും കൂടി ഒറ്റയ്ക്ക് പോയത് ഒട്ടും ശരിയായില്ല. അവനിപ്പോ ഫോൺ വിളിച്ചിട്ട് അങ്ങോട്ട് വെച്ചതേ ഉള്ളൂ ഗണേശൻ. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പോയതല്ല അച്ഛാ. ആ ഗണേശനെ കണ്ടപ്പോ അവൻ നിർബന്ധിച്ചതാ. അല്ല, എവിടെ അമ്മയെ കണ്ടില്ലല്ലോ? എന്റെ അമ്മ എന്നെ പുറത്താക്കിയടാ.
ആ അപ്പൊ വെറുതെ അല്ല എന്നെ നോക്കിയിരുന്നത്. അല്ല ഇന്നെന്താ പ്രശ്നം? അവക്ക് അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രശ്നം വേണം? ചുമ്മാ അങ്ങ് പിണങ്ങി പോയേക്കല്ലേ? അച്ഛനമ്മയുടെ കറിക്ക് കുറ്റം പറഞ്ഞിട്ടുണ്ടാവും. അത് തന്നെ ആയിരിക്കും കാരണം. അല്ല, അത് നിനക്ക് എങ്ങനെ മനസ്സിലായി? അച്ഛന്റെ മോൻ കണ്ടപ്പോഴേ എനിക്കത് മനസ്സിലായി. അതേതായാലും നന്നായി. നിന്റെ ഭാര്യ പോയ പിന്നെ നമുക്കൊന്ന് കൂടാൻ പറ്റിയില്ലല്ലോ. അതിനു വേണ്ടി മനഃപൂർവ്വം ഞാനൊരു കാരണം ഉണ്ടാക്കിയതാടാ. അച്ഛാ, കള്ള അച്ഛാ, പാവമ്മ. നമുക്ക് ഇന്ന് അടിച്ച് ഫിറ്റാകണം. മുകളിൽ പോയി നല്ലോല വീശ. പിന്നെ നിന്റെ അമ്മയ്ക്ക് 4 ചെവിയ, ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഒരു കാര്യം, വെള്ളം അടിച്ച് ചലമ്പുണ്ടാക്കിയേക്കരുത്. ഈ പറയുന്ന അച്ഛനെന്നടിച്ച ഈ നാട്ടുകാർ മുഴുവൻ അറിയും. എങ്കിലും സാരമില്ല. എന്നാ വാടാ. അച്ഛാ ഒരു മിനിറ്റ്. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓ കൊണ്ടുവാ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓ കൊണ്ടുവാ. സന്തോഷമായിട്ടാ മോനെ, സന്തോഷായി. ഇതുപോലെ ഒരു മോനെ എനിക്ക് കിട്ടിയതില് ഹാപ്പിയാടാ, ഹാപ്പിയായി. അച്ഛൻ വന്നേ. ഇന്നത്തെ ദിവസം ഒരിക്കലും മറക്കാൻ പറ്റിയല്ലടാ. അച്ഛൻ പോയി റൂം കിടന്ന. ഓ നീ പോയി കിടന്നാ. ഞാനിന്ന് ഇവിടെ ആയിരിക്കുന്നത്. ഇവിടെയാ ഞാനിന്ന് ഉറങ്ങുന്നേ. അച്ഛാ വിളവറക്കല്ലേ, പോയി കിടക്കാൻ നോക്ക്. പോയി കിടന്നാ. ഞാനിവിടെ വെറുതെ ഉറങ്ങുന്നേ. ആ എന്നാ ശരി, നീ ഉറങ്ങ. പോയി ഞാൻ പോയിട്ടോ. ആ പോ. അലോഷി, നീ കരുതിയിരുന്നോ ഓരോ ക്രൈം സിനിമയും നിന്റെ മരണത്തിലേക്കുള്ള സമയമായി നീ കണക്കാക്കിക്കോ. കൂമ്പാറയിലെ കൊക്കയിൽ നീ വന്യമൃഗങ്ങൾക്ക് ആഹാരമായി തീരുന്നത് കാണാൻ ഞാനും ഉണ്ടാവും. ഈ വെള്ളം ആരാ തുറന്നിട്ടെ? ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ ബാത്റൂമിൽ വന്നില്ലായിരുന്നല്ലോ. ഈ ലൈറ്റ് ആരാ ഓണാക്കിയേ? ഞാൻ അടിച്ച് ഓവറായോ? ആ തോന്നിയതാവും. ലൈറ്റ് ഓഫാക്കിയേക്കാം. തുറന്നതും കിട്ടുന്നില്ല. അച്ഛാ 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 അച്ഛാ. അല്ലേ നിനക്ക് എന്നാ പറ്റി? അപ്പോഴും ഞാൻ പറഞ്ഞു നീ ഓവറാ കേക്കണ്ടേ? പിന്നെയും മിണുങ്ങുക. അല്ല അച്ഛാ, അവിടെ അവിടെ എന്റെ റൂമിൽ ആരും ഇരിക്കുന്നു. നിനക്ക് തോന്നിയതായിരിക്കും ഇവിടെ. ഞാൻ വന്ന് നോക്കാം. ഞാനാരെയും കണ്ടില്ല. വെറുതെ മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട് ഓരോരോ. അല്ല അച്ഛാ, അവിടെ അവിടെ നീ ആരാ? സ്റ്റീഫൻ. മോനെ, 2 എണ്ണം അടിച്ചപ്പോ നമ്മുടെ വീട് മാറി കയറിയെന്നാ തോന്നുന്നത്. നമുക്ക് പോയി നമ്മുടെ വീട് കണ്ടുപിടിക്കാൻ നോക്കാം. അല്ല അച്ഛാ, അച്ഛനാണ് അടിച്ച് ഓവറായത്. ചോദിക്കച്ചാ, അവൻ നമ്മുടെ വീട്ടിൽ വന്ന് എന്തിനാണെന്ന്. ആണോ?
എങ്കിൽ നമുക്ക് ചോദിച്ചു നോക്കാം. എന്തിനാടാ മോനെ നീ എൻ്റെ വീട്ടിൽ കയറിയത്? എൻ്റെ വീടാണെങ്കിൽ നിന്നെ ഇപ്പൊ പിടിച്ച് ഞാൻ പോലീസിൽ ഏൽപ്പിക്കും. അതല്ല നിന്റെ വീടാണെങ്കിൽ എന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കടാ. അങ്ങനെയെങ്കിലും വീട് കണ്ടുപിടിക്കാമല്ലോ, ഇല്ലടാ മോനെ? പോലീസിനെ വിളിച്ചിട്ട് കാര്യമില്ല. ദേ എൻ്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. നല്ല ഐശ്വര്യമുള്ള മുഖം ഇല്ലേടാ വരിക? ഈ അച്ഛനെല്ലാം കൊളമാക്കുന്ന തോന്നുന്നേ. അച്ഛനും മോനും കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇത് നിങ്ങളുടെ വീട് തന്നെ. പക്ഷെ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ പേടിക്കരുത്. ഞങ്ങൾക്ക് പേടിയേ ഇല്ല, ഇല്ലടാ വരിക? പേടിക്കരുത്, ഞാനൊരിക്കൽ മരിച്ചതാ. അയ്യോ പേടിച്ചോടാന്നും വേണ്ട. നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ മുന്നിലെത്താൻ എനിക്ക് കഴിയും. നിങ്ങളെ ഞാൻ ഉപദ്രവിക്കില്ല. ധൈര്യമായി വന്നോളൂ. എടാ മോനെ, നീ എന്നെ ഒന്ന് പിച്ച് നോക്കിയേ. നമ്മള് സ്വപ്നം കാണുകയൊന്നും അല്ലല്ലോ. സ്വപ്നമൊന്നുമല്ല. വാ, ധൈര്യമായിട്ട് കൊണ്ടുവാ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പ്രേതത്തെ ജീവനോടെ കാണുന്നത്. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? പ്രേതത്തെ ആർക്കും കാണാൻ കഴിയില്ലല്ലോ, പിന്നെ എങ്ങനെയാ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുക? എനിക്ക് ഇഷ്ടമുള്ള ആളുകളെ ഞാൻ കാണുന്നത് പോലെ ചില ആളുകൾക്ക് മാത്രമേ എന്നെ കാണാൻ കഴിയൂ. നമ്മൾ രക്ഷപ്പെട്ടടാ മോനെ. ഇനി നമ്മൾ ബീവറേജിൽ പോയി ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. എന്ത് വേണേലും ഇവരോട് പറഞ്ഞാൽ മതി, ഇവൻ കൊണ്ടുത്തരും. നമുക്കിവിടെ ഒരു മിനി വാറങ്ങാക്കാം, പെണ്ണുങ്ങളില്ലാത്ത ബാറ്. അച്ഛൻ പറഞ്ഞ സത്യമാണ്. നാളെ രാവിലെ ചായക്ക് പകരം അടി തുടങ്ങും. വയറ് നിറയോളം കുടിക്കണം. കുടിച്ചു കഴിഞ്ഞ് ബോധം കെട്ട് ഉറങ്ങണം. അതിനൊന്നും എന്നെ കിട്ടില്ല. നേരായ മാർഗം വിട്ടുള്ള ഒരു കളിക്ക് ഞാനില്ല. പുതിയ ഒരു അതിഥി നിന്റെ വീട്ടിൽ വന്നതല്ലേ, നിന്റെ കൂട്ടുകാരനെ വിളിച്ചു പറഞ്ഞ് നാളെ രാവിലെ സാധനം എത്തിക്ക്, നമുക്ക് അടി തുടങ്ങാം. അല്ല അച്ഛാ, ഈ പ്രേതങ്ങൾ മദ്യപിക്കുമോ? തുടക്കത്തിൽ നിങ്ങൾക്ക് അല്പം കമ്പനി തരാം. എന്നാ ഇപ്പൊ തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. ഗണേശ, നീ നാളെ രാവിലെ വരുമ്പോ ഒരു 3 ഫുള്ള് വാങ്ങിക്കൊണ്ട് വാ. നമ്മുടെ സർക്കാരിന്റെ പുതിയ ബ്രാൻഡ് ഉണ്ടല്ലോ ഇപ്പൊ ഈ ഇറങ്ങിയത്, മിന്നൽ മാജിക്. അത് തന്നെ ആയിക്കോട്ടെ. അതിന്റെ നിലവാരം ഒന്ന് അറിയുകയും ചെയ്യാമല്ലോ. ഓക്കെ? ഉണ്ടച്ച. ആ, ഫുള്ളിനോടൊപ്പം കടിച്ചു പറിക്കാനും കുറിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് വരണം. പൈസ ഇവിടെ വന്നിട്ട് തരാം. ഓക്കെ, അപ്പൊ നാളെ കാണാ. ഗുഡ് നൈറ്റ്, സീ യു. ഇവൻ എത്ര വേഗം എത്തി? ഇക്കാര്യത്തിൽ മാത്രം ഗണേശൻ എന്തൊരു ശുഷ്കാന്തിയാ. അച്ഛ, പിന്നൊരു കാര്യം പറഞ്ഞേക്കാം. രാവിലെ അമ്മയോട് മിണ്ടാനൊന്നും പോയേക്കരുത്. മിണ്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല. അത് പിന്നെ പ്രത്യേകിച്ച് പറയണം. ആ സ്റ്റീഫൻ പ്രേതം ഇനി എപ്പോഴാണാവോ എഴുതുന്നത്? ഇന്ന് നമുക്ക് അടിച്ച് ബിറ്റായിട്ടൊന്ന് ആഘോഷിക്കണം. വരുന്നതാ മച്ചാനെ, ധൃതി വെക്കണ്ട. അച്ഛനും വിടാം. അച്ഛാ, നമ്മൾ പെട്ടു. അച്ഛൻ കൂടി വാ. എന്താ അച്ഛനും മോനും കൂടെ നിന്ന് പരുങ്ങുന്നത്? എന്നെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇന്നലെ രാത്രിയിൽ ആ വിറകുപുരയിൽ കിടന്ന് രണ്ടും കൂടി കാട്ടിക്കൂട്ടിയത് വല്ലത് ഓർമ്മയുണ്ടോ? അതൊക്കെ സഹിക്കാം. ഇന്നലെ ആ റൂമിലെത്തിയതിനു ശേഷം എന്തൊരു ബഹളമായിരുന്നു. ഇന്നൊന്ന് ആഘോഷിക്കണം. അതിനപ്പുറത്തുള്ള ആ ഗണേശനോട് കുപ്പി വാങ്ങിക്കാൻ ഓർഡർ കൊടുത്തിരിക്കുക. ഇതൊന്നും ഞാൻ അറിയില്ലെന്നാ വിചാരിച്ചത്. അപ്പുറത്തിരുന്ന് ഞാൻ അതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അത് പിന്നെ തമാശക്ക് ഇല്ലടാ മോനെ. നിങ്ങൾ അങ്ങനെ വെള്ളം അടിച്ച് ഒറ്റയ്ക്ക് സൂയിക്കണ്ട. ഗണേശൻ എങ്ങാനും ഇങ്ങോട്ട് വന്ന ഒരു കാലി ഞാൻ തല്ലി ഓടിക്കും. അത് വേണോടി, അവൻ പാവല്ലേ. അച്ഛനും മോനും ഒറ്റ വിചാരേ ഉള്ളൂ, നേരം വെളുക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെ അടിച്ച് ഫിറ്റ് ആവണം. റൂമിലേക്ക് വാ, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ എന്നാ വെള്ളമടി തുടങ്ങിയത്? ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. എന്തായാലും വളരെ മോശമായി പോയിട്ടോ. എന്റെ പൊന്ന് ചേച്ചി,
ഇവള് പറയുന്ന പോലെ ഒന്നുമില്ല. ഇവള് വെറുതെ തമാശക്ക്. തമാശ ഇപ്പൊ കാണാലോ, ഗണേശൻ ഇങ്ങോട്ട് വരുമെന്നൊന്നും ഇപ്പൊ കാണാലോ. മുരുക, ഇന്നത്തെ ദിവസം ആകെ പ്രശ്നത്തിലായോടാ. ഈ തിരക്കിനിടയ്ക്ക് ഞാൻ മറന്നുപോയി. എന്താ എല്ലാവരും കൂടി കേറിയിരിക്കും, ഉമ്മർത്തന്നെ നിൽക്കണ്ട. വേണ്ട, ഞങ്ങൾ 3 ആളും കൂടി ഒരു കട തുടങ്ങാൻ പോവേണേ. ഈ ഞായറാഴ്ചയാണ് അതിൻ്റെ ഉദ്ഘാടനം. നിങ്ങളെ ക്ഷണിക്കാനാണ് ഞങ്ങൾ വന്നത്. ഓ, എവിടെയായിട്ടാ? നമ്മുടെ ടൗണിൽ തന്നെ ചേച്ചി, ഒരു വനിതാ ക്യാൻറ്റീൻ. ഇവിടുത്തെ നാട്ടുകാരുടെയൊക്കെ അഭ്യർത്ഥന മാനിച്ച് തുടങ്ങണതാ. 10 മണിക്ക് ഉദ്ഘാടനം. തുടർന്ന് എല്ലാവർക്കും ഭക്ഷണമുണ്ട്. എല്ലാവരും വരണം, വന്ന് സഹകരിക്കണം. അപ്പൊ ശരി, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. പിന്നെ എല്ലാ വീടുകളിലും കയറി ക്ഷണിക്കണം. ഞങ്ങൾ ഇറങ്ങാണ്. എല്ലാവരും വരണം കേട്ടോ. പിന്നെന്താ, തീർച്ചയായും. അതാ വരുന്ന നോക്ക്, അതാ ഗണേശനല്ലേ, അവനൊന്ന് ശരിയാക്കി കൊടുക്കാം. ഉള്ളിലേക്ക് ഇരിക്കാം. ഞങ്ങളവിടെ ഉള്ള കാര്യം മിണ്ടരുത്. പറഞ്ഞ 2 രാത്രി ഭക്ഷണമില്ല. അത് നിൽക്കുന്നു. ഡാഡി മമ്മി വീട്ടിലില്ല, ഉള്ളു കൊണ്ടടിക്കാൻ നമ്മ. ഡാഡി മമ്മി വീട്ടിലില്ല, സുഖമാടാ. അളിയാ, എന്റെ അളിയാ, അതൊന്ന് പിടിച്ചളിയാ, ഇതൊന്ന് പിടിക്കളിയാ. ഇന്ന് എന്താ അളിയാ പ്രത്യേകത? എന്തായാലും ശരി അളിയാ, നമുക്ക് 3 പേർക്ക് അടിച്ച് പൊളിക്കണം. അളിയാ, ഇതില് 3 ഫുള്ളാ. അളിയാ, ഇതില് നിറയെ ടച്ചപ്പിനുള്ള സാധന. എന്തായാലും അളിയാ, ഇവിടത്തെ പ്രശ്നക്കാരെ ഓടിച്ചു വിട്ടത് നന്നായി. കൊച്ചു കള്ളൻ. ആര് പറഞ്ഞു ഇവിടെ പ്രശ്നക്കാരുണ്ടെന്ന്? ഒന്നും ഓർമ്മല്ല അളിയന്. ഓ, ഇന്നലെ അളിയൻ എന്നെ വിളിച്ചിട്ട് ഫോൺ വിളിച്ചതൊക്കെ മറന്നോ? ഇന്ന് അളിയൻ കേട്ടോ? ഹലോ, ഗണേശനല്ലേ? ആ, എന്നാലേ ഒരു 3 ഫുള്ള് വാങ്ങിയിട്ട് വാ. ഇവിടുത്തെ പ്രശ്നക്കാരൊക്കെ ഓടിക്കാം, നമുക്കൊന്ന് അടിച്ചു പൊളിക്കാം എന്ന് പറഞ്ഞത് ഓർമ്മ ഉണ്ടോ? ഞാനങ്ങനെ പറഞ്ഞു അച്ഛാ. ഞാൻ ആരെയും വിളിച്ചില്ലല്ലോ. നിനക്ക് തെറ്റിയതായിരിക്കും, വീട് മാറിയതായിരിക്കും. ഞങ്ങൾ കുടിയന്മാരൊന്നുമല്ല. നിന്നെ വിളിച്ച ആരാണെന്ന് കണ്ടുപിടിച്ച് അവർക്ക് കൊണ്ടേ കൊടുക്ക്. ഇല്ലേടാ മോനെ? അച്ഛാ, വാ, നമുക്ക് വല്ല പച്ചക്കറിനുള്ളിൽ ജീവിക്കാം. ഇതിപ്പോ സംഭവം എന്താ? 2നും വട്ടായോ? അങ്ങനെ പോകാൻ വരട്ടെ. നിങ്ങൾക്ക് 2 പേർക്കും വേണ്ടെങ്കിൽ വേണ്ട. നിങ്ങളുടെ സന്തോഷം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സാധാരണക്കാരനാ ഞാൻ. അതുകൊണ്ട് ഇതിന് ചെലവായ 4000 രൂപ കൂടി വരട്ടെ. ഈ വിഷമം ഞാനേ ഒറ്റയ്ക്ക് കുടിച്ചു തീർത്തോളാം. പൈസ ആ ടീപ്പോയിന്റെ മുകളിലുണ്ട്, നീ പോയി എടുത്തോ. എന്നെ ഇത്രക്ക് വിശ്വാസോ? ഇന്നലത്തെ കെട്ടിറങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. പേടിക്കണ്ട, ഞാൻ ഉള്ളിൽ കയറി ക്യാഷ് എടുത്തോളാം. എത്ര രൂപ വേണം ഗണേശ? വാ ഗണേശ, ഇവിടെ വന്നിരിക്കേ. രാവിലെ കഷ്ടപ്പെട്ട് വന്നതല്ലേ, ഇനി രാത്രിയിൽ പോയാ മതി. രാവിലെ എന്നെ ഫിറ്റാന്നാ തോന്നണേ. ഒരുമല്ല എടുക്കണോ? ഏയ്, ഒന്നും വേണ്ട. എന്തെങ്കിലും പണിയെടുത്ത് ഞാൻ ജീവിച്ചോളാം. എന്നെ ഒന്ന് ഇവിടെ നിന്ന് വിട്ടാ മതി. നിന്നോട് അവിടെ ഇരിക്കാനല്ലേ പറഞ്ഞത്? ഇരിക്കട അവിടെ പോയിട്ട്. ഇരുന്നു. ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? അവനെ ഇന്ന് അവര് ശരിക്കും ഒന്ന് പെരുമാറി വിടും. അച്ഛാ, നമ്മള് വീണ്ടും പെട്ടു. അതാരെ വരുന്നെന്ന് നോക്കി. അത് നമ്മുടെ റൗഡി പൗലോ അല്ലേ? എവിടെ പോയടാ നിന്റെ സ്റ്റീഫൻ? ഒന്ന് വേഗം വരാൻ പറ. അല്ലാതെ ഇവരുടെ രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് വേറെ വഴിയൊന്നുമില്ല കേട്ടോ. അയ്യോ, എന്നെ വിളിച്ചായിരുന്നോ? അയ്യോ, വരണ്ടായിരുന്നില്ല, അവിടെ തന്നെ ഇരുന്നാ മതിയായിരുന്നു. ഇന്ന് ഏതായാലും നമുക്ക് ഭാഗ്യമുള്ള ദിവസം. ഒരു വെടിക്ക് 2 പക്ഷി. എവിടെയായിരുന്നാ നീ? എവിടാ എന്റെ വീടിന് 5 മാസത്തെ വാടക? ഇത് തരാൻ നിന്നെ വിടടാ. അയ്യോ, 6 മാസമായി ഞാൻ പണിക്ക് പോയിട്ട്. 5 പൈസ അല്ല കയ്യില്. പണിക്ക് പോയി ഞാൻ കടം വീട്ടിക്കോടാ. വളച്ചെടുക്കണ്ടേ? 3 നേരം കൈരളി ഹോട്ടലിന്റെ മുന്നില് മൂക്കറ്റ ശാപ്പാട് അടിക്കണ കാണുന്നുണ്ടല്ലോ. ബാറിന്റെ മുമ്പിൽ ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. ഈ കഴിഞ്ഞ ദിവസം ഒരു പുതിയ സ്കൂട്ടിയുമായി ടൗണിൽ കൂടി നീ പറപ്പിച്ചു വിടുന്ന കണ്ടിരുന്നല്ലോ. എന്റെ വാടക ഇപ്പൊ കിട്ടണം.
അല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് എനിക്കറിയാം. ഇനി നിന്നെ ഇവിടെ വാടാ. എന്റെ കയ്യിൽ നിന്ന് പട്ടിപ്പലിശക്ക് വാങ്ങിയിട്ട് എത്ര കാലമായിടും? എന്തെങ്കിലും പലിശ തന്നിട്ടുണ്ടോ? എന്നെ കാണുമ്പോ നീ മുങ്ങി നടക്കാണല്ലോ. ഇന്നെന്താ മുങ്ങാൻ പറ്റിയില്ലേ? അത് പിന്നെ എന്ത് അത് പിന്നെ? നമുക്ക് ഇവരെ നൂൽച്ചാറ്റാക്കി 2 ദിവസം പട്ടിണി കിട്ടാറോ? കൊള്ളാം, അത് നല്ല ഐഡിയ. അതിന് കുറച്ച് മുളക് പൊടിയൊന്നും വിതറാം. ഇത് ചാക്കിലൊതുങ്ങുന്ന ലക്ഷണമൊന്നും ഇല്ല. മര്യാദക്ക് പറയുന്നതനുസരിച്ചാ രണ്ടിനെയും വെറുതെ വിടാം. എന്ത് മര്യാദ? ഇനി ഒന്നും നോക്കാനില്ല. രണ്ടിന്റെയും കണ്ണു കുത്തിപ്പിടിച്ച് വല്ല കൊക്കയിലും കൊണ്ടിടാം. നമുക്ക് ഇവരെ കൂമ്പാറയിൽ കൊണ്ടുപോയി തള്ളാം. അവിടെ കൊണ്ടുപോയി തള്ളിയാൽ കാട്ടുമൃഗങ്ങൾക്ക് ഒരു തീറ്റയാവും. കണ്ടില്ലേ ഇവന്റെ തുറിച്ച നോട്ടം? ആരെങ്കിലും ഒരു കടാര കൊടുന്നാ ഇവന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊടും. എൻ്റെ സ്റ്റീഫൻ ബ്രദമേ, ഒന്ന് വേഗം വാ. ഈ ഗുണ്ടകൾ ഞങ്ങൾ ശരിയാക്കും. എവിടെ പോയി? ഒരു അത്യാവശ്യ സമയത്ത് വരില്ലല്ലോ. നീ പേടിക്കൊന്നും വേണ്ടടാ. ഇവരെത്ര പ്രാവശ്യം നമ്മളെ മിരട്ടിയിട്ടുള്ളതാ. അതാടാ സ്റ്റീവൻ പറയുന്നത് വരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഞങ്ങളൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല. നീ പേടിക്കേണ്ടതാ. നമ്മുടെ രക്ഷകനെത്തി. ഇനി നീ ഇപ്പൊ കണ്ടോണം. അവിടെ നിന്ന് ആക്ഷൻ കളിക്കാതെ ഒന്നാനും ഇടിച്ച് ശരിപ്പെടുത്ത്. നിങ്ങൾ പേടിക്കണ്ട. ഇവർ പേടിച്ചു ഓടുന്ന ഇപ്പൊ കാണാം. പേടി കൂടി 2 കിറുക്ക് പിടിച്ചു തോന്നുന്നത്. എടാ തന്നെ പിടിച്ച് 2 പൊടിച്ചിട്ട് തന്നെ വരും. എനിക്ക് അനങ്ങാൻ പറ്റില്ല. ഇവന്റെ 2 കണ്ണാണ് കുത്തിപ്പൊടിച്ചാലോ ഉണ്ടക്കണ്ണ. അത് നോട്ടം കണ്ടില്ലേ? അയ്യോ എന്നാരും പിടിച്ചു വലിക്കുന്നു. അമ്മേ, ഇവിടെ എന്താ പ്രേതശല്യമുണ്ടോ? നമുക്ക് രക്ഷപ്പെടാം. ധൈര്യം ഉണ്ടെങ്കിൽ നീയൊക്കെ തിരിച്ചല്ല വാടാ. നിന്റെയൊക്കെ പണം തരാൻ സൗകര്യമില്ല. ധൈര്യം ഉണ്ടെങ്കിൽ നീയൊക്കെ വായിക്കാൻ നോക്ക്. എന്റെ വാടക ഞാൻ തരില്ല. ധൈര്യമുണ്ടെങ്കിൽ വാങ്ങിക്കോ. അല്ലടിയാ, നമ്മളെ രക്ഷിക്കാൻ വന്ന ഈ സായിപ്പാരാ. നീ വന്നേ, ബാക്കി ഉള്ളിൽ നമുക്ക് സംസാരിക്കാം. ഞാൻ സ്റ്റീഫൻ. ഇപ്പോൾ ഇത്ര അറിഞ്ഞാൽ മതി. ഞാൻ വന്നതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. അതെന്ത് ഉദ്ദേശമാണെന്ന് ഒന്ന് തെളിച്ച് പറഞ്ഞൂടെ? പറയാം. മുരുകനെ ഉറങ്ങാൻ അനുവദിക്കാത്ത ഒരാളില്ലേ അങ്ങ് കൂമ്പാറയിൽ? നിന്റെ ജീവിതത്തില് കരിനിഴൽ അലോഷി. അത് സ്റ്റീഫൻ എങ്ങനെ അറിഞ്ഞു? അവൻ കുറെ നാളായി എൻ്റെ സ്വസ്ഥത ഇല്ലാതാക്കാൻ നോക്കിയിട്ട്. പിന്നെ എൻ്റെ ഭാര്യ അകത്തുണ്ട്. അവളത് അറിയരുത്. അവനൊരു സൈക്കോ ക്രിമിനലാണ്. അവനെ സൂക്ഷിക്കണം. അവനെ ഞങ്ങൾ ആണുങ്ങൾക്ക് മാത്രമേ അവൻ്റെ വരവിൻ്റെ ദുരുദ്ദേശം മനസ്സിലാകൂ. ഏതോ നാട്ടിൽ നിന്ന് ആരെയെ പറ്റിച്ച് ഈ നാട്ടിലേക്ക് ഓടി വന്നായിരുന്നു അവൻ. അന്ന് ആ രാത്രിയിൽ പെരുമഴയത്ത് എൻ്റെ വീട്ടിൽ അഭയം തേടി വന്ന ഒരു മനുഷ്യൻ പിറ്റേന്ന് പോകാൻ നേരം അവൻ്റെ കണ്ണിലെരിയുന്നത് ഞാൻ കണ്ടു. പിന്നീട് ഒരിക്കൽ അവൻ എൻ്റെ വീട്ടിൽ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തി. ഇനിയും വരും. സ്റ്റീഫ, നീ എൻ്റെ കൂടെ നിൽക്കാമോ? എൻ്റെ കുടുംബത്തെ രക്ഷിക്കാമോ? രക്ഷിക്കാം. അതിനു വേണ്ടി തന്നെ ഞാൻ വന്നത്. ലഹരിയുടെ അടിമ, എന്തിനേയും തകർക്കാൻ നടക്കുന്നവൻ. നീ ധൈര്യമായി കൂമ്പാറയിലേക്ക് ചെല്ല്. ആണുങ്ങളായാൽ കുറച്ച് ധൈര്യമൊക്കെ വേണ്ടടാ. ശരിയാ, എനിക്കിപ്പോ ധൈര്യം വന്ന പോലെ തോന്നുന്നു. നീ എൻ്റെ കൂടെ നിൽക്കണം. നീ ധൈര്യമായിരിക്കും. നിന്റെ കൂടെ ഞാനുണ്ടാവും. നീ അവളെ ഏത് പാതാളത്തിൽ ഒളിപ്പിച്ചാലും നിനക്ക് രക്ഷയില്ലടാ. അവളെ ഇറക്കി വിടുന്നതാ നിനക്ക് നല്ലത്. അല്ലെങ്കിൽ ഈ അലോഷി ആരാണെന്ന് നീ അറിയും. നിന്നെ അറിയിക്കാൻ. പിന്നൊരു കാര്യം, ഈ ഞായറാഴ്ച വരെ നിന്നെയും കാത്ത് ഞാൻ അങ്ങ് കൂമ്പാറയുണ്ടാവും. അതിനുള്ളിൽ അവിടെ എത്തില്ലേ നിന്റെ അന്ത്യം കുറിച്ചൊന്ന് കരുതിയാ മതിയടാ. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്.
ദയവ് ചെയ്ത് ഞാൻ പറഞ്ഞത് വിശ്വസിക്കണം. എന്നെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കണം. പറ്റില്ലെന്ന് പറഞ്ഞാ നിനക്ക് മനസ്സിലായില്ല. ചോര കണ്ടാ എനിക്ക് കൊതി വരും. ചോരക്ക് ടേസ്റ്റ് ഉണ്ടാവും. അത് ഉടുമ്പിന്റെ ആയാലും മനുഷ്യന്റെ ആയാലും. മുരുക, അലോഷി കൂമ്പാറയിലെത്താൻ പറഞ്ഞ ലാസ്റ്റ് ദിവസം ഇന്നാണ്. എൻ്റെ അഭിപ്രായത്തിൽ നീ അങ്ങോട്ട് പോകണ്ട. ഭയം ഒന്നിനും ഒരു പരിഹാരമല്ല. ധൈര്യമായിട്ട് അവനെ അങ്ങ് നേരിടണം നമുക്ക്. അച്ഛാ, എൻ്റെ ഭാര്യ ഇത് അറിയരുത്. അത് രണ്ടും കൽപ്പിച്ച് കൂമ്പാറിലേക്ക് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ നീ ഒറ്റയ്ക്ക് പോണ്ട, ഞാനുണ്ടടാ നിന്റെ കൂടെ. വേണ്ട, ആരും വരണ്ട. അവന് വേണ്ട പോലെ ഞാൻ കൈകാര്യം ചെയ്തോളാം. എനിക്ക് എൻ്റെ സ്റ്റീഫൻ തന്ന ആത്മവിശ്വാസമുണ്ട്. നിങ്ങൾ നോക്കിക്കോ, ഈ പകൽ കിട്ടുന്നതിന് മുന്നേ ഞാനിവിടെ തിരിച്ചെത്തും. ഇല്ലെങ്കിൽ ഈ മുരുകൻ തീർന്നു എന്ന് വിചാരിച്ചാൽ മതി. പോട്ടെ അച്ഛാ, ഇനി യാത്രയില്ല. അലോഷി, എവിടെ പോയി ഒളിച്ചു? ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ. ചങ്കുറ്റത്തോടെ നിന്നെ ഒറ്റയ്ക്ക് നേരിടാൻ വേണ്ടി കരുത്തിക്കൂട്ടി തന്നെയാടാ ഞാനിവിടെ എത്തിയിരിക്കുന്നത്. നീ ആരാടാ പേടിപ്പിക്കുന്നത്? നിന്റെ വെല്ലുവിളിയായിട്ടാ ഞങ്ങളൊക്കെ പേടിച്ചു പോകുന്ന കരുതി. നിന്നെ ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഒരുക്കിയ കെണിയാടാ ഈ കൂമ്പാറ. എനിക്ക് വേണ്ടത് നിന്നെ അല്ല, എൻ്റെ ഉറക്കം കെടുത്തുന്ന ശത്രുവിനെ. അവനെ ഇവിടുത്തെ കാട്ടുമൃഗങ്ങൾക്ക് ഭക്ഷണമാക്കിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഇറക്കി വിടറാ നിന്റെ നേതാവിനെ. സൗകര്യമില്ലെങ്കിലോ? എടോ, കിടന്നലറിയിട്ടൊന്നും കാര്യമില്ല. ഇവിടെ എങ്ങും ഒരു മനുഷ്യനുമില്ല. നിന്റെ വിധി നീ വരുത്തി വെച്ചതോ? എനിക്ക് ജീവിക്കണം, മനുഷ്യനായിട്ട് ജീവിക്കണം. അലോഷി, മുരുക, ഇങ്ങോട്ട് നോക്കടാ, ഇങ്ങോട്ട്. ക്രിമിനലുകളെ കണ്ടും മിരട്ടിയും അറപ്പും മാറിയനാടാ ഈ അലോഷി. ഏതോ നാട്ടിൽ നിന്ന് വന്ന താങ്കൾ എന്തിനാ എൻ്റെ കുടുംബത്തെ തകർക്കുന്നത്? ഞാൻ നിയമപ്രകാരം കല്യാണം കഴിച്ച എൻ്റെ ഭാര്യ എന്തിനാ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്? ഒറ്റ ദിവസം 3 പേരുടെ ജീവനെടുത്തവനാടാ ഈ ഞാൻ. അവരെന്നെ ഒറ്റിക്കൊടുത്തവരായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു. പക്ഷേ നീ എന്റെ ഭാര്യ എന്റെ വീട്ടിൽ താമസിപ്പിച്ചു. എനിക്ക് വേണ്ടത് നിന്നെയല്ല, അവളെയാ. എനിക്ക് തടസ്സമായി നിൽക്കുന്ന അവളെ കൊന്നു തള്ള ഞാൻ. അതിന് ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? നിന്റെ സമ്മതം ആർക്കും വേണടാ. നീ സമ്മതം തന്നില്ലെങ്കിൽ അവള് തന്നോളും. അവള് സമ്മതിച്ചില്ലെങ്കിൽ അവളെയും കൊല്ലും. പിന്നെ നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരുമിച്ച് താമസിക്കണ്ടോ? ഇവനെ നമുക്ക് തീർത്തേക്കാം. ഇവനിഞ്ഞ് വേണ്ട. കൊലയാളിക്ക് ശിക്ഷ ഒന്നേ ഉള്ളൂ. നീ തീർന്നടാ മുരുക. അടിക്കരുത്, ഞാനേ പറയുന്നത്. ഇനി എന്നെ തല്ലരുത്. നീ എന്ത് ചെയ്യടാ?
കാത്തിരുന്നോ? ചോര എന്നെ അടിക്കണമെന്ന് പറഞ്ഞാലോ? ഇവൻ ഇത്തിരി കളി കൂടുതല. ഇവനങ്ങ് ശരിയാക്കിയേക്കാം. ഈ രാത്രി ഇവനിവിടെ കിടക്കട്ടെ. കാടിറങ്ങി വരുന്ന വന്യമൃഗങ്ങൾക്ക് ഒരു മനുഷ്യയില്ല. ഈ രാത്രി നമ്മുടേതാവട്ടെ. പേടിക്കണ്ട. നിനക്കൊരു ടോണി തോമസിന് ഓർമ്മ ഉണ്ടോ? 2 വർഷം മുമ്പ് കാട്ടുമൃഗങ്ങളാൽ കൊലപ്പെട്ടത് ഇവിടെ വെച്ചായിരുന്നു. ദേ അവിടെ വെച്ച്. ടോണി തോമസ് നിന്റെ ചങ്ക് ബ്രോ. പേടിക്കണ്ട. മരിച്ചുകൊണ്ടിരിക്കുമ്പോ പേടി തോന്നിയാ അവനെ വിളിച്ചാ മതി. പോട്ടെ. ഗുഡ് ബൈ. മുരുക, എന്നെ കാട്ടുമൃഗങ്ങളെ കൊന്ന്. കാട്ടുമൃഗങ്ങൾ ഇവർ കൊന്ന് എന്നെ ഇട്ടുകൊടുത്തതാണ്. രാത്രിയായ അവർ വീണ്ടും വരും. നീ കൂടെ ഇല്ലാതായ പോലീസുകാർ പോലും ഈ സത്യം തിരിച്ചറിയില്ല. നീ എങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി നോക്കടാ. അവനൊരു സൈക്കോ ക്രിമിനലാണല്ലോ. അവനെ എത്രയും പെട്ടെന്ന് ലോക്കപ്പിൽ അടക്കണം. എണീക്കടാ, എണീക്കടാ. നിന്റെ കുടുംബം തകർക്കാൻ വന്നവരെ വെറുതെ വിടരുത്. എന്റെ കൈയും കാലും കെട്ടിയിട്ടിരിക്കുകയാണ്. ഞാൻ എങ്ങനെ രക്ഷപ്പെടൂടാ? ഇല്ല, നിന്നെ കെട്ടുകൾ താനെ അഴിയും. ആളുകൾ എത്ര തല്ലി തകർത്താലും ഇനി ജയിക്കാൻ കഴിയില്ലെന്ന് വലിച്ചെറിഞ്ഞാലും ആരുമില്ലാത്തവർക്ക് ശക്തിയായി എൻ്റെ ഈശ്വരനുണ്ടാവും. എൻ്റെ ടോണിയെ പോലെ എൻ്റെ അവസാന ശ്രമം മരിക്കുന്നെങ്കിൽ അതിവീര കൈകൊണ്ടാവട്ടെ. എനിക്ക് ജീവിക്കണം. എൻ്റെ കുടുംബത്തെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അലോഷി നിക്കടാ അവിടെ. അപ്പോ എൻ്റെ ടോണിയെ കൊന്ന് നിങ്ങളാണല്ലേ? നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. സത്യത്തിൽ താങ്കൾ ആരാ? ഇത്രയൊക്കെ ആയിട്ടും മനസ്സിലായില്ലേ? ഒരേ സെല്ലിൽ കഴിയുന്ന സൈക്കോ ക്രിമിനലുകളാണ് ഇവരെല്ലാം. പല സ്ഥലങ്ങളിൽ പല പേരുകളിൽ ഒളിവിൽ കഴിയുന്ന ഇവരെ കണ്ടുപിടിക്കാൻ വേഷം മാറിയിറങ്ങിയ പോലീസുകാരോടോ ഞങ്ങളൊക്കെ. എത്ര മൂടി വെച്ചാലും സത്യം ഒരു നാൾ പുറത്തു വരിക തന്നെ ചെയ്യും. 2 വർഷം മുമ്പ് കൂമ്പാറയ്ക്കുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട ടോണിയെ ഇവരാണ് കൊന്നൊടുക്കിയത്. സത്യം എന്നും ജയിക്കുക തന്നെ ചെയ്യും. അതിന് നിമിത്തമാകാൻ മുരുകന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. അപ്പൊ പ്രേതമാണെന്ന് പറഞ്ഞതും റൗഡി പൗലയെ പേടിപ്പിച്ചത് നമുക്ക് എന്തിനായിരുന്നു? റൗഡി പൗലോയും കൂട്ടരും പഴയ ജയിൽവാസികളാണ്. നിന്റെ വിശ്വാസം പിടിച്ചു പറ്റാൻ അവരും ഞാനും ഉണ്ടാക്കിയ ചെറിയ കരാറായിരുന്നു അതൊക്കെ. ഇവന്റെ മാനസിക നില വളരെ ഗുരുതരമാണ്. ഇവന്റെ ഭാര്യ ഏതോ അജ്ഞാന്റെ വെടിയേറ്റ് മരിച്ചതാണ്. അന്നു മുതൽ അവൻ ഇങ്ങനെയാണ്. ആരെങ്കിലും ഇവൻ അഭയം കൊടുത്താൽ ആ വീടും അതിലുള്ളതൊക്കെ ഇവന്റെ ആണെന്ന് തോന്നും. അതായിരുന്നു എൻ്റെ വീട്ടിൽ സംഭവിച്ചത്. സാരമില്ല, ഇതിന് പറ്റിയ ചികിത്സ കൊടുക്കാൻ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് തയ്യാറാണ്. പ്രേതമാണെന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ച്. എടാ മണ്ടച്ചാര്, ഇന്നത്തെ കാലത്ത് ആരെങ്കിലും പ്രേതത്തിന് വിശ്വസിക്കോ? ആദ്യം ഉള്ളിലെ ഭയം നീക്കണം. എങ്കിലേ നമുക്ക് ആത്മവിശ്വാസം വളർത്തിയെടുക്കാനാവും. ധാരാളം സിനിമകൾ കാണുക, ജീവിതം ആസ്വദിക്കുക. എന്നാ നമുക്ക് ഇറങ്ങാം. ശരിയായിരിക്കാം. പക്ഷേ 2 വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ കൂട്ടുകാരനെ ഇന്ന് കണ്ടു. അവനാണ് അബോധാവസ്ഥയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയത്. എന്തായാലും മല പോലെ വന്നത് എലി പോലെ പോയി. ഒരു പെരുമഴ പെയ്ത് തോർന്നതിൻ്റെ സുഖം എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്.
പേടിത്തൊണ്ട് എൻ്റെ ആത്മവിശ്വാസം എനിക്ക് തിരികെ തന്ന എൻ്റെ പ്രിയപ്പെട്ട സ്റ്റീഫൻ പ്രേതന് നിനക്ക് ഒരുപാട് നന്ദി. റിലാക്സ് ചെയ്യടാ, വാ നമുക്ക് പോവാം. നടക്കണം. ടോണി, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, നമ്മൾ ജയിച്ചു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, മരിച്ചവർ ഇനി തിരിച്ചു വരില്ലെന്ന് പറഞ്ഞാലും, നീ എനിക്ക് തന്ന ആത്മധൈര്യമാണ് എന്നെ ജയിപ്പിച്ചത്. പോട്ടേടാ, സമാധാനമായി പോട്ടെ. Ha ha ha.